അങ്ങനെ നമുക്ക് ഇന്ന് ജയിൽ ജീവിതം അവസാനിച്ചിട്ടില്ല. ജയിൽ ജീവിതം ഒരു ദിവസത്തേക്ക് റിലാക്ഷൻ കിട്ടി. നമ്മളെ കപ്പലാണിത്. ഒരു ദിവസത്തേക്ക് ഷോർ ലീവ് കിട്ടി. അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് പോവാണ്. ഷോർ ലീവ് കിട്ടി മക്കളെ, ഷോർ ലീവ് കിട്ടി. ദുബായിൽ നിന്ന് ഷോർ ലീവ് കിട്ടിയേ. അയ്യോ, കുറെ നടക്കാണ്ട്. മെയിൻ ഗേറ്റിലോട്ട് കുറച്ച് നടക്കാണ്ട് മക്കളെ. ആദ്യമായിട്ടാണ് കപ്പലിൽ പോയിട്ട് ഷോർ ലീവ് കിട്ടുന്നത്. ആദ്യമായിട്ടാ. അത് ദുബായിൽ വന്നിട്ട് ദുബായിലെ ഫസ്റ്റ് ടൈമല്ല, അബുദാബിയിലാണ് മുമ്പ് വർക്ക് ചെയ്തിരുന്നത്. സെയിം പ്രാവശ്യം ദുബായ് ഡ്രൈഡോക്കിലായിരുന്നു ജോയിനിങ്. അപ്പം ഇന്നലെ പാസ് കിട്ടി. വന്നിട്ട് 2 ആഴ്ചയായി. ഇന്നലെ പാസ് കിട്ടിയത്. ആ പാസ് കിട്ടിയപ്പോൾ കിട്ടിയ ജൻസിന് എല്ലാം മുങ്ങാണ്. ഓക്കെ, ഗേറ്റിലേക്ക് നടക്കാൻ കുറച്ചുണ്ട് മക്കളെ. ഗേറ്റിലേക്ക് നടക്കാൻ ഇതിനുള്ളോട്ട് വരാനൊക്കെ പറ്റും. പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനൊക്കെ പറ്റും. എത്ര 7 ദിർഹംസിൻ്റെ പാസ് എടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് വരാം. എന്നാലും കുഴപ്പമില്ല. ഇതാണ് ഡ്രൈഡോക്ക്. ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ താന്നു പോകും. ഇതിൻ്റെ മുകളിൽ കപ്പൽ കയറും, വെള്ളത്തിലേക്ക് താന്നു പോകും. വെള്ളത്തിൽ താന്നു പോകുമ്പോൾ കപ്പൽ അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് കപ്പലൊക്കെ സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം നേരെ പൊങ്ങി മുകളിലോട്ട് വരും. എന്നിട്ട് ഇതേമാതിരി കരയിൽ കൊണ്ടുവെക്കും കപ്പലിനെ. ഓക്കെ, എത്തി മക്കളെ, ഗേറ്റ് എത്തി. നമ്മൾ ഷിപ്പ് ഇവിടുന്ന് കാണുന്നുണ്ടതാ, കുറച്ച് ലോങ് ആണ്, എന്നാലും കാണുന്നുണ്ട്. ഗേറ്റ് എത്തി മക്കളെ. ഗേറ്റ് എത്തി മക്കളെ. നമ്മളെന്ന് പിക്ക് ചെയ്യാൻ വരുന്നത് അവ സ്പെഷ്യൽ ആളാണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഏതൊരാളെ ഹെൽപ്പ് കയറണമെന്ന് വെച്ചാണ് വണ്ടിയിൽ വന്നിട്ട് കളക്കിനെ കണ്ടിട്ടേ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കേട്ടോ. നാട്ടിലൊക്കെ ആകുമ്പോൾ കൈ കാട്ടിയാലും ചിലപ്പോൾ ആൾക്കാരെ നിർത്തൂല. ഇവിടെ ജസ്റ്റ് ഒന്ന് പോണേ കണ്ടപ്പോഴേ കാറാരം വന്ന് ചോദിച്ചു. പിന്നെ ഗേറ്റിന് മുമ്പ് തന്നെ ആളുണ്ട്. അതിനെ കൊണ്ട് കയറിയിട്ട് അപ്പം തന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മളിന്ന് സ്പെഷ്യൽ ഒരാളാണ് നമ്മളിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് ഹോട്ടലിൻ്റെ ഗേറ്റിലേക്ക്. ഇപ്പം ആ കാറിൽ കയറുകയാണെങ്കിൽ തന്നെ ഇതാണ് ഗേറ്റ് കിടക്കുന്നത്. ഈ ഗേറ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വരും.